തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇന്നലെ മുതൽ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ വളരെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ പ്രചാരണ പരിപാടികളും പല ആളുകളെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂരിലൊരു വൈബ്? തൃശ്ശൂരിലെ വൈബ് ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാജ്യസഭാ MP എന്ന നിലയ്ക്ക് അതിനും ഒരു 2 വർഷം കൂടി 8 വർഷമായിട്ട് എനിക്ക് ആ തൃശ്ശൂർ സൗഖ്യം കിട്ടുന്നുണ്ട്. അതിൻ്റെ സൗഖ്യത്തിലെ വർധനവും ലഭിക്കുന്നുണ്ട്. തൃശ്ശൂരിലൊരു ഇലക്ഷൻ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യത്തെക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ഒരു ഇന്ററാക്ഷണൽ ബെനഫിറ്റ്സ്. അത് മറ്റുള്ളവരുടെ എത്രയാണെന്നൊന്നും ഞാൻ അളവെടുക്കാൻ പോകുന്നില്ല. ഒരു വരുത്തൻ എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് തൃശ്ശൂർക്കാരുടെ ഹൃദയത്തിൽ ഒരിടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന അധികമായ ആത്മവിശ്വാസമാണ് എന്നെ വളരെ ശക്തനാക്കുന്നത്. തീർത്തും ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. തീർത്തും ഒരു രാഷ്ട്രീയക്കാരനാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ ഒത്തൊന്നും വരത്തില്ല. പക്ഷെ എല്ലാവരെയും സഹായിക്കുന്നതായ നാടിന് ഗുണമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. ഈ തൃശ്ശൂരിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഈ കിരീടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് വിവാദമല്ല, വിരോധം സൃഷ്ടിക്കണം. അതിന് വർഗീയത ഉപയോഗിക്കുന്നു. ഒരു ഹിന്ദുവിനൊക്കെ കിരീടം വെക്കാൻ കേട്ടോ. താങ്കൾ ഒരിക്കലും പറഞ്ഞ പ്രശ്നമില്ല. പ്രശ്നമുള്ളവർ ഇതിനകത്ത് അധികം ചർച്ചിക്കണ്ട. യാതൊരു വിധത്തിലും തൃശ്ശൂർ വിട്ടുകൊടുക്കാൻ ഇത്തവണ ഒരുക്കമല്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.